അപ്പൊ നമ്മൾ വീണ്ടും ഗ്ലൂത്താസിങ്ക് വെച്ചിട്ട് ഇതിന്റെ ആരോഗ്യ ബെനിഫിറ്റുകൾ നമുക്ക് നോക്കണം. എന്താ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അത് ഞാൻ ഇന്ന് ഈ ഇതിൽ പറയാൻ പോവാണ്. ദയവ് ചെയ്ത് ഇത് ലാസ്റ്റ് വരെ കേട്ടാൽ അത്ഭുതം നടക്കും. എന്താ കാര്യം വെച്ചാൽ ഇത് വെറും ഡയബറ്റീസ് ടൈപ്പ് 2 മാത്രമല്ല, ഇത് ഹൃദയാരോഗ്യം, അതേപോലെ ക്യാൻസർക്കാർക്കും, ശ്വാസം മുട്ട്, കഫക്കെട്ട് അങ്ങനെയുള്ള വ്യക്തികള്, അതേപോലെ തന്നെ ലൈംഗിക ബുദ്ധിമുട്ട്, പിന്നെ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അനേക കാര്യങ്ങൾക്ക് ഒരു ഗുണം ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ സ്ലൈഡുകളിലേക്ക് നമുക്കൊന്ന് പഠിക്കാൻ പോകണം. അപ്പൊ നമ്മൾ പ്രൊസീഡ് ചെയ്യാണ്. ഗ്ലൂത്താത്തിയോൺ ശരിക്കും എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു കോമ്പിനേഷൻ ആണ്. എന്താ കാര്യം വെച്ചാൽ മൂന്നിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടമേറ്റ്, സിസ്റ്റിനൈൻ, അതേപോലെ ഗ്ലൈസിനൈൻ. അപ്പൊ ഗ്ലൈസിൻ അതേപോലെ ഇത് മൂന്നെണ്ണം കൂടിയിട്ട് ചേർന്ന് ഇത് അതിന്റെ കെമിക്കൽ ഫോർമുലയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. എല്ലാ കോശങ്ങളിലും, അതേപോലെ ഏറ്റവും കൂടുതൽ ലിവറിൽ ഉണ്ടാവുന്നതാണ്. ഇതിന്റെ കുറവ് കാരണം കൊണ്ടാണ് പലപ്പോഴും ഡയബറ്റീസ് പേഷ്യൻസിന്റെ കൈ കാലിന്റെ ഭാഗങ്ങളൊക്കെ കറുത്ത് പോകുക, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുക. ഇതേപോലെ ലിവർ സെറോസിസ് അവർക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈവൻ പുക വലിച്ചിട്ട് നശിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോലും അത് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അത്ഭുതമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂത്താത്തിയോൺ. അപ്പൊ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ എന്താ വെച്ചാൽ ഇതുവരെ ബ്യൂട്ടി പാർട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതില് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. കാരണം ഇത് അനവധി സ്ഥലത്ത് ഇത് ട്രീറ്റ്മെന്റ് രൂപത്തിൽ എടുക്കേണ്ടത്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് സപ്ലിമെന്റ് വഴിക്കാണ്. അപ്പൊ 100% നമുക്ക് അത് എഫർവെസൻസ് ആയ കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റ്. ഏറ്റവും കൂടുതൽ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. എനർജറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫിസിക്കൽ ബോഡി ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോവാണ്, സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ. അപ്പൊ അവർക്കും വളരെ നല്ലതാണ്. പ്രായം പെട്ടെന്ന് കയറില്ല. പ്രായം കയറാണ്ടിരിക്കാൻ ഇത് നല്ലതാണ്. അപ്പൊ ഏതൊരു വ്യക്തിക്കും പ്രായം കൂടുന്നതാണോ ഇഷ്ടം? ഇല്ലേ, ചെറുപ്പമായി ഇരിക്കുന്നതല്ലേ ഇഷ്ടം. പ്രായം കൂടുന്നതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, പൊല്യൂഷൻ, അങ്ങനെയുള്ള പല വിഷയങ്ങൾ വഴിക്ക് നമ്മുടെ സെല്ലുകളിൽ ഡാമേജ് വന്ന കാരണം കൊണ്ട് നമുക്ക് വരുന്ന നഷ്ടങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ കളർ മാറാ, മസിൽസ് ഒക്കെ ചുരുങ്ങാൻ തുടങ്ങുക, അങ്ങനെയുള്ള. അപ്പൊ യഥാർത്ഥത്തിൽ പ്രായം നമുക്ക് ഒതുക്കാവുന്നുള്ളൂ. 140 വരെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ എന്താ മോശം. ഇതേ പ്രകാരം തന്നെ മസിൽ ആൻഡ് അത് അങ്ങനെയുള്ള ഇത് ഡിസ്കംഫർട്ട്, മസിൽസ് സംബന്ധിച്ചുള്ള വേദനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പോലും നമുക്ക് പുറത്തേക്ക് വരാൻ ഇവൻ സഹായിക്കും. ഇതേ പ്രകാരം തന്നെ പ്രതിരോധം 100%. ഇന്ന് ഏറ്റവും കുറവ് പ്രതിരോധം തന്നെയാ. ഇന്ന് കൊറോണ പോലത്തെയുള്ള ചെറിയ തുച്ഛമായ സാധനങ്ങൾ ഉള്ള കാര്യം പറയാം. ഞാൻ എന്നെ ശാസ്ത്രീയ മനസ്സ് വെച്ചിട്ട് തുച്ഛമായ സാധനം കൊണ്ട് തന്നെ പല ആൾക്കാർക്ക് മരണത്തിലേക്ക് പോകേണ്ടി വന്നു, അല്ലേ. പ്രതിരോധം നശിച്ചു പോയി. നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ വലിയൊരു തെളിവാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇതിനേക്കാളും വലിയ തെളിവ് ഇനി വരാൻ കിടക്കുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ശരീരത്തിന്റെ ലിവറിനെ അതേപോലെ കോശങ്ങളെ ഇവൻ ഡീടോക്സിഫൈ ചെയ്യും. അപ്പൊ അതിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ, പ്രശ്നങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങൾ അതിനെ നീക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഫങ്ഷൻ പെർഫെക്റ്റ് ആവാണ്. മെന്റൽ ഫോക്കസ് ഞാൻ നോക്കിയിടത്തോളം അൽസൈമറിന് ഇത് സൂപ്പർ ആണെന്നാണ് ഞാൻ കേട്ടത്. ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരാൻ നല്ലതാണ്. അതേപോലെ പാർക്കിൻസൺസ് ഡിസീസ് ഇതിനൊക്കെ നമുക്ക് നല്ല സഹായം ചെയ്യുമെന്നാണ് പറഞ്ഞത് പലരും. അപ്പൊ പല സ്ഥലത്ത് നിന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത് വലിയ സന്തോഷമായി. കാരണം ഓർമ്മ തിരിച്ചു കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് നല്ലത് തന്നെയല്ലേ. ഇതേപോലെ ഉറക്കം, യഥാർത്ഥത്തിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലത്തെ മേജർ ആയിട്ടുള്ള പല കാരണങ്ങൾ നമുക്ക് ഈ വഴിക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതേ പ്രകാരം തന്നെ നമ്മുടെ ടെൻഷൻ കാരണം കൊണ്ട് ഉണ്ടാവണ ബുദ്ധിമുട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അത്ലറ്റിക് പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ല, സ്പോർട്സ് കാര്യങ്ങൾ മാത്രമല്ല, ആക്ച്വലി ദമ്പതികൾക്ക് പോലും അത് അവരെ മറ്റേ ശാരീരിക കുറവുകൾക്ക് എന്തെന്നാ പറയാ, ഉത്തേജനമാവാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഗുണകരമായി ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ ആസ്താക്സാന്തിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പ്രത്യേകിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളിൽ ഉണ്ടാവാറില്ല. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് യഥാർത്ഥത്തിൽ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും സൂപ്പറാണ് അത്ര. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതേ പ്രകാരം തന്നെ എന്താ കാര്യം വെച്ചാൽ
പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പേം കൗണ്ടിന്റെ ക്വാളിറ്റീനെ നന്നാക്കാൻ, അതിനെ ഗുണം കൂട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹൈ ബി പിനെ ബാലൻസ് ചെയ്യാൻ, ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യാൻ ഇതൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇതേ പ്രകാരം തന്നെ പ്രതിരോധം, പിന്നെ എന്താണ്, രക്തത്തിന്റെ തടസ്സങ്ങൾ കാരണം കൊണ്ട് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ, രക്തോട്ടത്തിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിന് വളരെ നല്ലതാണ്. ഉറപ്പായിട്ടും ബ്യൂട്ടിയിൽ വരുന്ന സമയത്ത് സൂര്യാഘാതം കാരണം കൊണ്ട് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന് നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് പോലും ഇവന് തിരിച്ച് കൊണ്ടുവരാൻ സഹായിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ അങ്ങനെയുള്ള ഡാമേജുകൾ കാരണം കൊണ്ട് സെൽ ഡാമേജ് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തോരം സൂപ്പർ ആണെന്നൊക്കെ ഗ്ലൂത്താസിങ്ക്. കാരണം ഗ്ലൂത്താസിങ്കിന്റെ കോമ്പിനേഷൻ വേറെ ഇതളിലില്ല കേട്ടോ. വേറെ ഇതളിലെന്ന് പറഞ്ഞാൽ ഗ്ലൂത്താത്തിയോൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലൂത്താസിങ്കിൽ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്, അസ്താക്സാന്തിൻ അത് പ്രകാരം തന്നെ. ഇതിൽ എൽ കാർ എന്തെന്നാ പറയാ, എൽ കാർണിറ്റൈൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഉച്ചരിക്കാനൊക്കെ കുറെ ബുദ്ധിമുട്ടാണ്, അത് വിഷയമില്ല, അത് നിങ്ങൾ നോക്കാം. അപ്പൊ അതേ പ്രകാരം എൻ അസിറ്റൈൽ, അതേപോലെ സിസ്റ്റീൻ, ഇതേപോലെയുള്ള ഒരുപാട് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഉണ്ട്. ചിന്തിച്ച് നോക്കിയേ, പുക കാരണം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇതുകള്. അപ്പൊ സിഗരറ്റ് സ്മോക്കിംഗ്കാർക്കൊക്കെ അത് ആ ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അതിന്റെ അർത്ഥം ഏതാണ് ബാധിക്കുന്നത്? ലങ്സിനെയാണ് ബാധിക്കുന്നത് അല്ലെ? അവിടുത്തെ കോശങ്ങളെ തിരിച്ചു കിട്ടാനൊക്കെ സൂപ്പർ അല്ലേ? പെസ്റ്റിസൈഡ്, ഈ വളം അങ്ങനെയുള്ള കാര്യങ്ങൾ കെമിക്കൽ അടിച്ചുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാവണ ഇതുകള്. അപ്പൊ കൃഷിക്കാർ അങ്ങനെയുള്ള, അതേപോലെ പെട്രോൾ പമ്പുകൾ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതപ്പോ പ്രകാരം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹി, ബോംബെ പോലെയുള്ള നഗരങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്ക് ഇത് സൂപ്പറാണ്. പോരാ തന്നെ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഓടിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അത് പ്രകാരം തന്നെ സിങ്ക്, നോർമലി സിങ്ക് ഒരു കാരണവശാലും ഇതിൽ ഉണ്ടാവാറില്ല. നോർമലി എല്ലാവരും വൈറ്റമിൻ സി മാത്രമേ ഇടാറുള്ളൂ. നമ്മൾ വൈറ്റമിൻ സിന്റെ കൂടെ സിങ്ക് കൂടെ ഇട്ടിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങള്, അതേപോലെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാത്ത ഒരു വിഷയം വരുന്ന സമയത്ത്, വിശപ്പില്ലായ്മ എന്ന് പറഞ്ഞ കുടൽ സംബന്ധിച്ചുള്ള, വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന് വളരെ നല്ലതാണ്. അതേപോലെ നഖത്തിൽ വരുന്ന ഈ വെള്ള ഒരു ചന്ദ്രകല പോലെ പല ആൾക്കാര് പറയാറുണ്ട്, ദൈവമേ ചന്ദ്രകല വന്നപ്പോ പുതിയ ഡ്രസ്സ് മേടിക്കാനാണ്. അല്ല കേട്ടോ, അത് നിങ്ങളുടെ ശരീരത്തിലത്തെ ആ പ്രതിരോധത്തിന്റെ കുറവിനെ കാണിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ്, വൈറ്റമിൻ ഇ പോലുള്ളത്. പിന്നെ ഞാൻ അനേക കാര്യങ്ങൾ ഇതേപോലെ പഠിച്ചു. അത് പ്രകാരം തന്നെ ഞാൻ ഒന്ന് മാത്രം അത് ഓടിച്ചിട്ട് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങനെയുള്ള ഇത് ആക്ച്വലി ഇതിന്റെ മെഡിക്കൽ റിസർച്ച് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പബ്മെഡിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇഷ്ടം പോലെ റിസർച്ച് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഞരമ്പുകളുടെ തമ്മിലുള്ള കണക്ടേഴ്സിനെ റീബിൽഡ് ചെയ്യാൻ അവൻ സഹായിക്കും. അപ്പൊ മെമ്മറി അതേപോലെയുള്ള ഒക്കെന് നമുക്ക് വലിയ ഗുണകരമാണെന്നാണ് പറയുന്നത്. ഇതേ പ്രകാരം തന്നെ സ്കിസോഫീനിയ, ബൈപോളർ ഡിസോർഡർ അങ്ങനെയുള്ള സ്വഭാവ ബുദ്ധിമുട്ടുകൾ ഒക്കെനെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് അവര് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് സഹായകരമാണെന്നാണ് അത്. അൽസൈമറിന് ഓൾറെഡി അത് നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ ഹാർട്ടില് അതപ്പോ പ്രകാരം തന്നെ സ്ട്രോക്ക് കാരണം കൊണ്ട് ഏതെങ്കിലും കാലത്ത് കോശങ്ങളോ എന്തെങ്കിലുമൊക്കെ നശിച്ചു പോയാൽ അതിനെ തിരിച്ചെടുക്കാൻ അവൻ ഒന്ന് സഹായിക്കും എന്നാണ് കേൾവി. ഇതേ പ്രകാരം തന്നെ രക്തത്തിന്റെ കൊള്ളിൽ ഫെർട്ടിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താ വെച്ചാൽ ഇന്ന് അനേക ദമ്പതികൾക്ക് ഫെർട്ടിലിറ്റി വിഷയങ്ങളാണ്. എന്താ കാര്യം വെച്ചാൽ ഒന്നാമത് അവരെ സ്പേം കൗണ്ടോ കാര്യങ്ങള്. അപ്പൊ എന്താ ഇന്നത്തെ ക്ലൈമറ്റ്, പ്രത്യേകിച്ച് ബൈക്ക് ട്രാവൽ അങ്ങനെയുള്ള പല വിഷയങ്ങൾ കാരണം കൊണ്ട്, അതേപ്രകാരം ആഹാരത്തിലത്തെ വിഷങ്ങൾ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണം. സംഗതി അവർ നോക്കുമ്പോ വേറെ പ്രശ്നങ്ങളും കാണാനില്ല, ഒന്നുമില്ല, എന്നിട്ട് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അത് ഹെൽത്തി ആയ എഗ്ഗും ഹെൽത്തി ആയ സ്പേം ഇല്ലാത്തതിന്റെ ഒരു കുറവാണ്, അത്രയ്ക്കുള്ളൂ. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. പോരാത്തതിന് ക്രോണിക് ഡിസീസുകൾ, സിസ്റ്റിക് ഫൈബ്രോസിസ്, അതിന് അകത്തെ പോലെ ബ്രോങ്കൈറ്റിസ്, ലങ്സിൽ ഉണ്ടാവണ ചില വിഷയങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ അവൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതേപ്രകാരം തന്നെ കഫത്തിനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്, കഫത്തിനെ ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് പ്രമാണം. അപ്പൊ വളരെ ബെനിഫിറ്റ് ആണ്. പിന്നെ ഉറപ്പായിട്ടും വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം.
ഇവിടെ ഒന്ന് ചിന്തിക്കുക, ഇത് വൈറ്റമിൻ സി ആണ്, കാൽഷ്യം അല്ല. വൈറ്റമിൻ സിയും കാൽഷ്യം വ്യത്യാസമുണ്ട്. കാൽഷ്യം ഒരു മിനറൽ ആണ്. വൈറ്റമിൻ സി യഥാർത്ഥത്തിലുള്ള ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് ആണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്ന് മാത്രമാണ്. ദയവ് ചെയ്ത് ഇത് ഒന്നും കെമിക്കൽ സബ്സ്റ്റൻസ് അല്ല. ആർക്കും ഉപയോഗിക്കാം. സമ്പാദ്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം 2 നേരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു വിരോധമൊന്നുമില്ല. ഇപ്പൊ സൺസ്ക്രീൻ പോലെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ബോഡീന്റെ ഉള്ളിൽ നിന്ന് കറുപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ ഉപയോഗിക്കുക. വല്ലാണ്ട് നമ്മൾ വെയിലത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ കിടക്കുന്ന സമയത്ത് കൂടെ നമ്മളത് കലക്കി യൂസ് ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യും. നോർമലി ബോഡീന്റെ ഹെൽത്തിനെ മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, ശരീരത്തിലത്തെ എവിടെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടൈം രാത്രി തന്നെയാണ്. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് രാത്രി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2 ചെപ്പ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ 2 ചെപ്പിൽ നിന്ന് ഓരോ ടാബ്ലറ്റ്സ് എടുക്കുക. അത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് 200 മില്ലി വെള്ളം ഏകദേശം എടുക്കുക. അതിൽ 2 ടാബ്ലറ്റ് എടുക്കുക. അത് പതുക്കെ പതയാൻ തുടങ്ങും. പതിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഓറഞ്ച് ജ്യൂസ് പോലുള്ള ഒരു ഐറ്റമായി മാറും. ടാങ്കിനെ പോലെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ മാജിക് ഷോ തന്നെയാണ്. കോമൺ ആയിട്ട് 1 മാസം തന്നെയാണ് പറയാൻ കാരണം. യഥാർത്ഥത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ 1 മാസം തന്നെ നമ്മൾ അത് യൂസ് ചെയ്യണം. പിന്നെ മാക്സിമം നമുക്ക് ഒരു 3 മാസം വരെ നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത്ഭുതമായ സ്കിൻ ലെവലിലും ഒക്കെയിലും നല്ല റിസൾട്ടുകൾ കാണും. പക്ഷെ 1 മാസം മുതൽ 3 മാസം എന്നാണ് ഞാൻ പറയാ. ഇനി സ്കിന്നിന്റെ ഡാർക്ക്നെസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പുറമേ നിന്ന് ഒരു സൺസ്ക്രീൻ കൂടെ ഉപയോഗിക്കുന്നത് ഉപകാരമായിരിക്കും. കാരണം അത് ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ 2 ഇരട്ടി നമ്മൾ കവർ ചെയ്തതാണ്. ഇതാണ് ഗ്ലൂത്താസിങ്ങിന്റെ അത്ഭുതങ്ങൾ. നമ്മൾ ഈ അത്ഭുതങ്ങൾ അനുഭവിക്കാനും കാണാനും കിട്ടുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുർക്കുമ എലിക്സിർ പോലെ വേറൊരു അത്ഭുതമായ ഒരു പ്രൊഡക്റ്റായി ഗ്ലൂത്താസിങ്ക് നമുക്ക് മാറാൻ സാധിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ അഭിപ്രായങ്ങൾ ഇടണം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കാരണം കൊണ്ട് ഏതെങ്കിലും അലർജിയോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. കാരണം ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു മെഡിസിൻ അല്ലേ അല്ല, ഇതൊരു വെറും ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഏത് പ്രായക്കാർക്ക് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് ഒരു ഫുഡ് മാത്രം, ഏത് സമയത്തും അങ്ങനെ ഇന്ന പ്രായം ഇന്ന രോഗം അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടുതൽ പറയാനുള്ളത്. പക്ഷെ ഇത് സപ്ലിമെന്റ് ആയ കാരണം കൊണ്ട് കോമൺ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് ചില അലർജി സിംറ്റംസ് ഉണ്ട്. അപ്പൊ ഈ അലർജി മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ പണ്ട് ചെറിയൊരു അൾസറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കോശങ്ങളെ തിരിച്ചു കിട്ടാൻ പൈൽസ് കാരണം കൊണ്ട് ഇതേ പ്രകാരം നമ്മുടെ വൻകുടലിൽ എന്തെങ്കിലും തകരാറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉറക്കക്കുറവിന്റെ ഒരു ചെറിയൊരു വിഷയം എനിക്കുണ്ട്. കാരണം നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ തെറ്റുന്ന കാരണം കൊണ്ട് ആ ഒരു പ്രശ്നങ്ങൾ കൂടെയാണ്. അപ്പൊ അതിനെ കൂടെ മാറ്റാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. അത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇത് പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇത് തപ്പിയെടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗ്ലൂത്താസിങ്കിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കിട്ടാവുന്ന സകല ഗുണങ്ങൾ ഇത് ഞാൻ ഇതുവരെ എടുക്കാത്ത ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് അത് ബാക്കിയുള്ളവരോട് പങ്കുവെക്കുക. അനുഗ്രഹം കിട്ടട്ടെ എന്ന് മാത്രമാണ്. വെറും ഫുഡ് സപ്ലിമെന്റ് കഴിച്ചുകൊണ്ട് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ എന്താ മോശം? അവർക്ക് രോഗത്തില് മാറ്റങ്ങൾ വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.